ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇതാണ് നമ്മുടെ സ്മാർട്ട് പ്ലഗ് സോക്കറ്റ്. അപ്പോൾ ഇത് നമുക്ക് വീട്, ഓഫീസൊക്കെ ഒന്ന് ഓട്ടോമേഷൻ ചെയ്യാനുള്ള ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ടെക്നിക്കാണിത്. ഇത് ഇൻവോൾവ് സിസ്റ്റം അല്ല, ഇത് ജസ്റ്റ് നമ്മുടെ സാധാരണ പ്ലഗിൽ കണക്ട് ചെയ്താൽ മതി. പ്ലഗ് ത്രൂ എന്തും നമുക്ക് ഇത് ഇവിടെ കണക്ട് ചെയ്യാം. 2400 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഇതുപോലെ തന്നെ iOS-ഉം ആൻഡ്രോയിഡൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണത് കണക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗൂഗിൾ ഹോം, അതുപോലെ അലക്സ അങ്ങനെയുള്ള ഇത് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. ടേൺ ഓൺ ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ആപ്പ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലഗ് സോക്കറ്റ്. ഉണ്ടോ, അതുപോലെ ജസ്റ്റ് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഇത് അലക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണിത്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൺ ഓഫ് ഉണ്ടോ, മാനുവലായിട്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് വൈഫൈ വഴിയാണ് കണക്ട് ചെയ്യുന്നത് മൊത്തം. ഇത് മാനുവൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ ഹോമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫോണിൽ നിന്ന് കണക്ട് ചെയ്യണമെന്ന് ആദ്യം കാണിച്ചു തരാം. ആപ്പ് വഴി ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ആപ്പ്. ഇതിനകത്ത് എനേബിളായി കിടക്കുന്ന ഈ ഒരു പ്ലഗാണ്. അതുകൊണ്ടാണ് ഈ പ്ലഗിൻ്റെ പുറം ഭാഗം ഗ്രീനായിട്ട് കിടക്കുന്നത്. ഇതെല്ലാം ഡിസേബിളാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് മൊഡ്യൂൾസാണ് അതെല്ലാം ഡിസേബിൾസാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഇതുണ്ട്, ലൈറ്റ്, സ്വിച്ച്, ഇതിനകത്തുനിന്ന് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ ടൈമർ, ഷെഡ്യൂൾ ചെയ്യാം, കൗണ്ട് ഡൗൺ ടൈം ചെയ്യാം. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിം അലാം വയ്ക്കുന്ന പോലെ ഏത് ദിവസം ഏത് ടൈം ഇത് ലൈറ്റ് ഓൺ ചെയ്യണം, അതുപോലെ ലൈറ്റ് ഓഫ് ചെയ്യണം, അതുപോലെ എത്ര ടൈം കഴിഞ്ഞിട്ട് നമുക്കിത് ഓൺ ആവണം എന്നുള്ളതെല്ലാം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കൗണ്ട് ടൈം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു മിനിറ്റ് വെക്കാം. ഓക്കെ, 1 മിനിറ്റ് വെച്ചിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് ഓണാവുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഗൂഗിൾ ഹോം വഴി കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എന്ത് TV, അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റം എല്ലാം കണക്ട് ചെയ്യാം. നമുക്ക് ഓഫ് ചെയ്യാൻ മടിയുള്ള എന്ത് സാധനങ്ങൾ കണക്ട് ചെയ്യാം. ഇനി മറന്നു പോയാലും TV ഒക്കെ നമുക്ക് മറന്നു പോയാലും നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫോണിൽ നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ മോട്ടോർ സിസ്റ്റം 2500 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന മോട്ടോർ സിസ്റ്റമൊക്കെ നമുക്കിതിൽ കണക്ട് ചെയ്യാം. അതുപോലെ ഗാർഡനൊക്കെ നനയ്ക്കാനായിട്ടുള്ള പമ്പ് സിസ്റ്റമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്തിടാൻ പറ്റും. നമുക്ക് മൊബൈൽ വഴി ഓഫ് ചെയ്യാം. നമ്മൾ വെച്ച കൗണ്ട് ടൈം വഴി വർക്ക് ചെയ്തതാണത്. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് എപ്പോൾ ഓഫ് ആവണമെന്നുള്ളത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ ടൈമർ സ്വിച്ചുകളുണ്ട്, മാനുവലായിട്ട് ഉപയോഗിക്കുന്ന ടൈമർ സ്വിച്ചുകളെക്കാളും ഈസിയാണ് ഇത് നമുക്കിത് ഓൺ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് ഗൂഗിൾ ഹോം വഴി നമുക്ക് ഇതിൻ്റെ കമാൻഡ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിവൈസ് ലൈറ്റ് 1 എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തത്. നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പേര് കാര്യങ്ങളൊക്കെ, ഐക്കൺസ് അതുപോലെ മാറ്റാം. നമ്മുടെ ഇഷ്ടമുള്ള ഇപ്പോൾ TV ആണ്, TVയുടെ ഫോട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ ഹോമും ആമസോണും ഒക്കെ വഴി നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഗൂഗിൾ ഹോം വഴി എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ ലൈറ്റ് 1. All right, turning the light 1 on. ഓക്കെ ഗൂഗിൾ, ടേൺ ഓഫ് ലൈറ്റ് 1. All right, turning the light 1 off. നമ്മൾ എന്ത് പേരാണോ കണക്ട് ചെയ്യുന്നത് കൊടുക്കുന്നത് ആ ഒരു സെയിം പേര് തന്നെ നമ്മൾ അതിനോട് പറയണം ഗൂഗിളിൽ ലിങ്ക് ചെയ്യുമ്പോൾ. ഓക്കെ ഗൂഗിൾ, turn on light 1 after 1 minute. Okay, I'll turn on the light 1 at 12:41 p.m. അപ്പോൾ ഞാൻ ഇനി അടുത്തത് കാണിക്കുന്നത് ഒരു പുതിയ സോക്കറ്റ് നമുക്ക് എങ്ങനെയാണത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്നുള്ളതാണ്. ഇതുണ്ടോ,
അത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഓണായി. ഇത് ഓഫ് ചെയ്യാം മാനുവലി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു സോക്കറ്റും കൂടെ കണക്ട് ചെയ്തു. ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടോ, അടുത്തൊരു സോക്കറ്റ് കണക്ട് ചെയ്തത് ഞാനിത് ഫാൻ എന്ന് പറഞ്ഞാണ് കണക്ട് ചെയ്തിട്ടങ്ങനെ. അപ്പോൾ ഇത് ഇപ്പോൾ ഗ്രീനായത്, രണ്ടും ഗ്രീനായി. ഇനി ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കണക്ട് ചെയ്യാത്ത. അതൊരു ഇൻവാൾവ് മൊഡ്യൂളാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ ഡിവൈസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടോ, ഇതിനകത്ത് ഈ പ്ലസ് ബട്ടൺ നിൽക്കുക. അതിനുശേഷം നമ്മുടെ പവർ പാക്ക് പവർ. ഓക്കെ, 2.4 GHz 2.5 GHz ആണ് കണക്റ്റ് ആക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് അടിക്കാൻ ഓൾറെഡി ഇതിനകത്ത് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് അടിക്കണം. അതിനുശേഷം ഉണ്ടോ, ഈ ഒരു ഓപ്ഷൻ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ പ്രസ് ചെയ്യുക. റെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുക അവിടെ. അതിനുശേഷം ഓക്കെ, അതിനുശേഷം ഇതിവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ക്ലൗഡിലോട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഫൈനൽ സെറ്റപ്പാണിത്. ഓക്കെ, ഉണ്ടോ, അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫാൻ 1 എന്ന് പറഞ്ഞു. ഇത് സെയിം ഇതുപോലെ തന്നെയാണ്. എവിടെയാണ് നമുക്ക് ഇതിൻ്റെ നെയിമായി ചേഞ്ച് ചെയ്യാം. അതിന് ഇവിടെ റീനെയിം കൊടുത്താൽ മതി. ഞാൻ ഫാൻ 1 തന്നെയാണ് കണക്ട് ചെയ്തിട്ടാണ്. അതിനുശേഷം ഡൺ. ഓക്കെ, നമുക്കൊരു ഇവിടെ ഫ്രണ്ടിൽ വന്നു, എൻ്റെ ഓപ്ഷൻസ് എല്ലാം വന്നു. നമുക്ക് ഇതിനകത്തേക്ക് ഫാൻ കണക്ട് നോക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു ഫാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓൺ ചെയ്യുകയാണ് ഫാന്. ഓക്കെ ഗൂഗിൾ, ടേൺ ഓഫ് ഫാൻ. Okay, turning off fan 1. Okay Google, turn on fan 1. Okay, turning on fan 1. നമുക്ക് ഇത് ഷെഡ്യൂൾസ് ചെയ്യാം. എല്ലാം ഏത് ഓൺ ആവണം, എപ്പോൾ ഓഫ് ആവണം എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമുക്ക് പവർ സേവിങ് ചെയ്യാം നന്നായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനത് ഇൻവാൾവ് സിസ്റ്റം കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് ഇൻവാൾവ് സിസ്റ്റം. ഇതെല്ലാം വർക്കിംഗ് എല്ലാം സിമിലറാണ്. എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളൂ. കണക്ഷൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇതിനൊരു ലൈന് ന്യൂട്രൽ ഫേസ്, അതുപോലെ L1 L2 L3 L4 ഇതിൽ ന്യൂട്രൽ കോമൺ ആയിരിക്കും. എല്ലാ ലൈറ്റിനും കൂടി ന്യൂട്രൽ കോമൺ ആയിരിക്കും. ഫേസ് ലൈനാണ് റിലേ വഴി കയറി വരുന്നതിനകത്ത് നിന്ന്. ഓക്കെ, ഇതൊരു കപ്പാസിറ്റീവ് ടച്ചിങ് ആണ് ഇതിൻ്റെ ഈ ഒരു മൊഡ്യൂള്. ഗ്ലാസ് ഫിനിഷാണ്. സ്വിച്ച് ഒന്നുമില്ല ഇവിടെ, ജസ്റ്റ് കപ്പാസിറ്റീവ് ടച്ചിങ് ആണ്. നമ്മുടെ മൊബൈലിൽ ടച്ച് ചെയ്യുന്ന പോലെ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി പെയർ ചെയ്തിട്ടാണ്. കണ്ടോ, ഇവിടെ ഈ സിമ്പിൾ ഇപ്പോൾ മാറും. കണ്ടോ, വൈഫൈ കണക്ട് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ സിമ്പിൾ മാറും. സ്വിച്ച് 1, സ്വിച്ച് 2, സ്വിച്ച് 3, സ്വിച്ച് 4 എന്നാണ് ഇതിൻ്റെ പേര് കിടക്കുന്നത്. ഇതിൽ ഇതുപോലെ തന്നെ ടൈമർ, കൗണ്ട് ടൈമർ, എല്ലാ സ്വിച്ചുകളും ഒരുമിച്ച് ഓൺ ചെയ്യാം, എല്ലാ സ്വിച്ചും ഒരുമിച്ച് ഓഫ് ചെയ്യാം, ഇൻഡിവിജ്വലായിട്ട് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിവൈസിൻ്റെ നെയിം മാറ്റാം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവില്ല, എന്ത് ഡിവൈസ് ഏതിലാണ് കണക്ട് ചെയ്തിട്ടാണ്, ഏത് ലൈറ്റാണ്, ഏത് മുറിയിലെയാണ്, എല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ സ്വിച്ച് 4. All right, turning on the switch 4. Turn on switch 2. Got it, turning on the switch 2. ഇതാണ് ഇൻവാൾവ് സിസ്റ്റം. ഇതിൻ്റെ ആപ്പാണിത്. ഇത് നമുക്കിതെല്ലാം ഒറ്റ ആപ്പിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അടുത്തത് നമുക്കിത് ഗൂഗിളിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഇതൊരു ഓപ്ഷൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ഗൂഗിളിൻ്റെ ഒരു ഡിവൈസ് വേണം നമുക്ക്, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരു ഹോം ആപ്പ് വേണം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ എല്ലാ ഡിവൈസും തന്നെ ഇതിനകത്ത് കണക്റ്റഡ് ആണ് ഫുള്ള്. കണ്ടോ, ഫുള്ള് നമുക്കെല്ലാം കമാൻഡ് കൊടുത്താൽ മതി. ഇതിനകത്ത് സ്വിച്ച് ഓൺ, സ്വിച്ച് ടു എല്ലാം ഉണ്ട്. ഫാന്, RGB ലൈറ്റ്, ഓക്കെ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഇതുണ്ടോ ആഡ്, അതിനകത്ത് സെറ്റപ്പ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, സെറ്റപ്പ് ഡിവൈസ്. അതിനുശേഷം വർക്ക്സ് വിത്ത് ഗൂഗിൾ. ഓക്കെ, അതിൽ പ്രസ് ചെയ്യുക. അതിൽ ഇപ്പോൾ ഓൾറെഡി ഗ്രിഡ് കണക്റ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഉള്ള ഡിവൈസുകളാണ്. ഇപ്പോൾ തന്നെ ഈ ഓൾറെഡി MIയുടെ ഒരു ലൈറ്റ് ഉണ്ട്, അതുപോലെ സാംസങ്ങിൻ്റെ ഒരു ഡിവൈസ് ഉണ്ട്, സ്വാൻ ക്യാമറയുടെ സിസ്റ്റം, അങ്ങനെ ഡിവൈസുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രിഡിൽ കണക്ട് ചെയ്യണ 7 ഡിവൈസുകളുണ്ട്. റീകണക്റ്റ് അക്കൗണ്ട് കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ലിങ്ക് ചെയ്യുകയാണ് ഗൂഗിൾ അക്കൗണ്ടുമായിട്ട്, ഈ സെയിം ആപ്ലിക്കേഷന്. അപ്പോൾ നമുക്കിതിനകത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള എന്ത് ഡിവൈസാണോ അത്, അതിൻ്റെ പേര് ഇതിനകത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ ഗൂഗിളും അലക്സയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആപ്സും ഇതിനകത്ത് കാണും. അപ്പോൾ നമ്മളത് അതിനകത്തേക്ക് ഈ ആപ്സ് ഗ്രിഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ കമ്പനിയുടെ പേര് കൊടുക്കുക. അപ്പോൾ ഗ്രിഡ് എന്ന് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രിഡ് കണക്ട് വരും, അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ റീകണക്റ്റ് അക്കൗണ്ട് ഉണ്ട്, അൺലിങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ റീകണക്റ്റ് അക്കൗണ്ട് ഒന്നര കൊടുക്കുകയാണ്. ഓക്കെ, അതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം എഗ്രി ആൻഡ് ലിങ്ക്. ഇതിനകത്തൊക്കെ രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ ജിമെയിലും അതെല്ലാം വെച്ചിട്ട്. ഓക്കെ, സക്സസ്ഫുള്ളി ലിങ്ക്ഡ് യുവർ ഗ്രിഡ് കണക്ഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. അത് ലിങ്ക് ചെയ്യുക. ജസ്റ്റ് ആ ലിങ്ക് ചെയ്യുന്ന റീലിങ്ക് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനകത്ത് ആ കൂടി ചോദിക്കുന്നതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അതിനകത്ത് പാസ്വേഡും യൂസർ നെയിമും നമ്മൾ അടിച്ചാൽ മതി. അതിനകത്ത് ആണ് അതിനകത്തൊരു സെറ്റപ്പ്. നമുക്കെല്ലാ ഓപ്ഷൻസ് ഇതിനകത്ത് കാണും. നമുക്കിവിടെ ഇതിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം ഈ ലൈറ്റുകളും ഫാനൊക്കെ. ഫാൻ ഓൺ കണ്ടോ, ഫാൻ ഓഫ്, സ്വിച്ച് 1, സ്വിച്ച് 2. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.